Actually, we were speaking about the off-the-job training. Let us see what we have seen about the off-the-job training. Off-the-job training ആദ്യത്തെ മെത്തേഡാണ് നമ്മൾ നോക്കിയിരുന്നത്. It is vestibule training, where a training center called vestibule is set up and actual job conditions are being applied, right? അപ്പോൾ എക്സ്പേർട്ടിൻ്റെ സഹായത്തോടെ ആക്ച്വൽ ജോബ് കണ്ടീഷൻസ് അവിടെ കൊണ്ടുവന്നിട്ട് വേറൊരു സെൻറ്ററിൽ നടത്തുന്നതിനെയാണ് ചെയ്യണത്. അതിൻ്റെ പ്രത്യേക ഗുണമായിട്ട് പറഞ്ഞിരുന്നു, ലാർജ് നമ്പർ ഓഫ് പേഴ്സൺസിന് ഒരുമിച്ച് ട്രെയിനിങ് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ക്ലിയർ? ലാർജ് നമ്പർ ഓഫ് ഇൻ എ വെരി ഷോർട്ട് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് എനി ഇൻറ്ററപ്ഷൻ ഇൻ ദ നോർമൽ ഫ്ലോ ഓഫ് വർക്ക്, ഗെറ്റിംഗ് ട്രെയിൻഡ്. Clear? And the trainees can concentrate in learning only without any other disturbance. Accidents will be very less, no serious injuries will happen. Clear? Traineesന് ഒരു ഫിയറും ഇല്ലാതെ, that means nobody will be observing them. ആരും ഒബ്സർവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വേറൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞിരുന്നത്. ക്ലിയർ? ആൻഡ് it is also one of the specialized method of instruction. It acts as the one of the specialized method of instruction. കുറച്ചും കൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് ആണ് because there is no observation, അല്ലേ? ഫ്രീ ഫ്രം പ്രഷേഴ്സ്. കാരണം ഫ്രീ ആണ്. അതിൻ്റെ കാരണം എന്താ? ദാറ്റ് മീൻസ് നോ പ്രൊഡക്ഷൻ. ഒരു പ്രൊഡക്ഷനും ഇല്ലാത്തത് കൊണ്ട് ഫ്രീ ആയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെത്തേഡാണ്. പ്രൊഡക്ഷൻ ഒന്നും നടക്കുന്നില്ല. ഓൺലി ട്രെയിനിങ് ഇസ് ബീങ് ഡൺ. ട്രെയിനിങ് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് പ്രൂവ്സ് ടു ബി വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ്. ക്ലിയർ? അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ആൻഡ് അപ്പോൾ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഫ്രീ ഫ്രം പ്രഷേഴ്സ് ഓഫ് ഗെറ്റിംഗ് ഔട്ട് പ്രൊഡക്ഷൻ, ബിക്കോസ് ദർ ഇസ് നോ പ്രൊഡക്ഷൻ ഇല്ലാത്തത് കൊണ്ട് it is described as the one of the specialized superior method. Specialized മാത്രം പറഞ്ഞാൽ പോരാ, specialized superior method because there is no production. Clear? And ട്രെയിനിയുടെ ഇൻട്രസ്റ്റ് ഹൈ ആയിരിക്കും. കാരണം ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൻ്റെ ഒരു വലിയ ഗുണം എന്തായിരുന്നു വെച്ചാൽ, നമ്മളുടെ പ്രൊഡക്ഷനിൽ തന്നെ നടന്നിരുന്നത് അതൊരു വലിയ അഡ്വാൻറ്റേജാണ്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കിൽ തന്നെ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റിന് ഒരു മാറ്റവും ഇവിടെയും വരുന്നില്ല, ബിക്കോസ് ദ എൻറ്റയർ കണ്ടീഷൻസ് ആർ ബീയിങ് ഡ്യൂപ്ലിക്കേറ്റഡ്. സോ ദ ഇൻട്രസ്റ്റ് ആൻഡ് മോട്ടിവേഷൻ ഓഫ് ദ ട്രെയിനീസ് ആർ വെരി ഹൈ. ട്രെയിനിയുടെ ഇൻട്രസ്റ്റും മോട്ടിവേഷനും ഹൈ ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാണ്, ഇസ് ഹൈ. Because the entire sessions are being duplicated, right? ആ സെഷൻസ് കംപ്ലീറ്റ് ഡ്യൂപ്ലിക്കേറ്റഡ് ആണ്. ഒരേ സെഷൻ തന്നെ ക്യാരി ഔട്ട് ചെയ്യണോണ്ട് ഇവിടെ നല്ല ഇൻട്രസ്റ്റ് ആണ്. ഡ്യൂപ്ലിക്കേറ്റഡ് ആണ്. അവിടെ എല്ലാ വർക്കും നടക്കേണ്ട, പ്രൊഡക്ഷൻ മാത്രമേ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ, റൈറ്റ്? സോ അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഒന്നും കുറയുന്നില്ല ആൾക്കാരുടെ. ഓക്കെ? ആൻഡ് the last advantage is that for discussions ഉണ്ടാവും. ഈ മെത്തേഡിൽ എങ്ങനെ വെച്ചാൽ ഫ്രീക്വൻറ്റ് ലെക്ചേഴ്സ് ഉണ്ടാവും, ഡിസ്കഷൻ ഉണ്ടാവും, ഗ്രേറ്റർ പേഴ്സണൽ അറ്റൻഷൻ. സോ ദ പേഴ്സണൽ അറ്റൻഷൻ ഇസ് പ്രൊവൈഡഡ് ടു ദ ലേണേഴ്സ്. പേഴ്സണൽ അറ്റൻഷൻ ഇസ് പ്രൊവൈഡഡ് ടു ഈച്ച് ലേണേഴ്സ്. കാരണം വലിയൊരു സെറ്റപ്പാണ്. ഓർഗനൈസേഷൻ ഇസ് സ്പെൻഡിങ് so much time and so much of resources, so much of expenses are being met. So personal attention is given to all the trainees, and because of this it proves to be one of the best methods. അപ്പോൾ നമ്മളുടെ ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വെസ്റ്റിബ്യൂൾ സ്കൂൾ ട്രെയിനിങ്. ഇത്രയൊക്കെ അഡ്വാൻറ്റേജസ് ആണ് വെസ്റ്റിബ്യൂൾ സ്കൂൾ ട്രെയിനിങ്ങിനുള്ളത്. ആൻഡ് പെർഹാപ്സ് യു ഹാവ് സം ഡിസഡ്വാൻറ്റേജസ് ഓൾസോ. അഡ്വാൻറ്റേജസ് മാത്രം ഡിസ്കസ് ചെയ്താൽ പോരാ, യു ഹാവ് സം ഡിസഡ്വാൻറ്റേജസ്. ക്ലിയർ? അപ്പോൾ പിന്നെ ഇവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു വെച്ച ഒരു പോയിൻ്റാണ്, ദിസ് പ്രൂവ്സ് ടു ബി വൺ ഓഫ് ദ എക്സ്പെൻസീവ് മെത്തേഡ്സ്. എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. കാരണം ഒരു പുതിയ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യണം, എക്യുപ്മെൻറ്റ്സ് വേണം. കാരണം മറ്റതെങ്ങനെയാ വെച്ചാൽ പ്രൊഡക്ഷൻ ഉള്ള സ്ഥലത്ത് തന്നെ നടത്തുമ്പോൾ നമുക്ക് വേറെ എക്സ്പെൻസസ് വേണ്ട. ഇതല്ല, ദ എൻറ്റയർ കണ്ടീഷൻസ് ആർ ബീങ് ഡ്യൂപ്ലിക്കേറ്റഡ് ഹിയർ. സോ ദർ ഇസ് അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ക്ലിയർ? ആൻഡ് ദിസ് ഇസ് സംവാട്ട് ആർട്ടിഫിഷ്യൽ. കുറച്ചൊരു ആർട്ടിഫിഷ്യൽ ഫീലിംഗ്
അതാണ് അടുത്ത ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ദിസ് ഇസ് സംവാട്ട് ആർട്ടിഫിഷ്യൽ. കാരണം റിയൽ പ്രൊഡക്ഷൻ ഡസൻ ഹാപ്പൻസ്. സോ ദർ ഇസ് എ ലുക്ക് ലൈക്ക് ആർട്ടിഫിഷ്യൽ തിങ്. അപ്പോൾ ട്രെയിനിക്ക് ഒരിക്കലും റിയൽ ജോബിൻ്റെ ഫീൽ കിട്ടുന്നില്ല. അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഇതിന് മെയിനായിട്ട് പറയുന്നത്. ക്ലിയർ? ആൻഡ് ഇപ്പോൾ ഒരു ഹൈ ടേൺ ഓവറൊക്കെ ഹൈ ഡിമാൻഡൊക്കെ ഉള്ള ഒരു ജോലിക്ക് ഇങ്ങനൊരു ട്രെയിനിങ് ചിലപ്പോൾ കിട്ടാറില്ല. ഇങ്ങനൊരു ട്രെയിനിങ് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഒരുമിച്ച് ട്രെയിൻ ചെയ്യണത് പലപ്പോഴും അൺസ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ സ്കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അൺസ്കിൽഡ് ടു സ്കിൽഡ് ആണ് പറ്റുക. അല്ലാതെ ഭയങ്കര ഡിമാൻഡുള്ള ഒരു ടൈപ്പ് ഓഫ് ജോലിക്കൊന്നും, നല്ല ടേൺ ഓവർ ഉള്ള ജോലി, ഇൻക്രീസിങ് ഡിമാൻഡൊക്കെ ഉള്ള ജോലിക്കൊന്നും ഈ മെത്തേഡ് ലിമിറ്റഡ് ആണ്. ദിസ് മെത്തേഡ് ഇസ് ലിമിറ്റഡ്, റൈറ്റ്? സോ ദിസ് മെത്തേഡ് ഇസ് ലിമിറ്റഡ് ടു ഹൈലി ഡിമാൻഡഡ് ജോബ്സ്. അപ്പോൾ സാധാരണയായിട്ട് ഈ മെത്തേഡ് നടത്തി കൊണ്ടുവരിക എങ്ങനെയാ വെച്ചാൽ, ഒരു പ്രൊഡക്ഷനിൽ ഒരുപാട് പേർക്ക് അറിവ് വേണം, എന്നാൽ അതിൽ ഇല്ല, കുറച്ച് പേർക്കേ ഉള്ളൂ വെച്ചാൽ ഒരുമിച്ചോ കുറേ ആൾക്കാരെ സ്കില്ല് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. ഡ്രില്ലിംഗ് പ്രോഗ്രാമായിട്ടാണ് വെസ്റ്റിബ്യൂൾ സ്കൂൾ നടത്തുക. അല്ലാതെ ഹൈ ടേൺ ഓവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഗ്രേറ്റർ ഡിമാൻഡുള്ള ഒരു ജോലി സാധ്യതയ്ക്ക് ഇങ്ങനെ ആരും ട്രെയിനിങ് കൊടുക്കില്ല. കാരണം ഒരുപാട് പേരെ ട്രെയിൻ ചെയ്താൽ ആ പൊട്ടൻഷ്യൽ ഡിമാൻഡ് അതിൻ്റെ കുറയാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ദിസ് പ്രൂവ്സ് ടു ബി വൺ ഓഫ് ദ ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ കൃത്യമായിട്ട് പറയുക വെച്ചാൽ ഈ ഒരു 3 ഡിസഡ്വാൻറ്റേജ് തന്നെ ഉള്ളൂ. എക്സ്പെൻസീവ് ആണ്, ആർട്ടിഫിഷ്യൽ ആണ്, ആൻഡ് ഓൾസോ ചില ജോലികൾക്ക് ഈ മെത്തേഡ് ലിമിറ്റഡ് ആണ്. ഹൈ ടേൺ ഓവർ ഉണ്ട്, കണ്ടിന്യൂസ്ലി ഡിമാൻഡ് ഉണ്ടാകാൻ പോകുന്ന വല്ല ജോലിക്കും ദിസ് ജോബ് പ്രൂവ്സ് ടു ബി എ ലിമിറ്റഡ് വൺ. ക്ലിയർ? ദിസ് വാസ് ദ ഫസ്റ്റ് മെത്തേഡ് അല്ലേ? വെസ്റ്റിബ്യൂൾ സ്കൂൾ മെത്തേഡ് ആയിരുന്നു നമ്മളുടെ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ സോഫാർ ഡിസ്കസ് ചെയ്തത്. ആൻഡ് സെക്കൻഡ് മെത്തേഡ് ഇസ് ദാറ്റ്, നമ്മൾ രണ്ടാമത്തെ മെത്തേഡാണ് നമ്മൾ നോക്കുന്നത്. സെക്കൻഡ് മെത്തേഡ് ഇസ് അപ്രന്റിഷിപ്പ് ട്രെയിനിങ്, റൈറ്റ്? ഈ അപ്രന്റിഷിപ്പ് ട്രെയിനിങ് നമ്മൾ അതിലും പഠിച്ചിരുന്നു, ഈസ് ഇറ്റ് നോട്ട്? നമ്മൾ നേരത്തെ പഠിച്ച ഒരു പ്രോഗ്രാമിൽ പഠിച്ചതാണ് അപ്രന്റിഷിപ്പ് ട്രെയിനിങ്. ഇതിലത് ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൻ്റെ ഒരു മെത്തേഡായിരുന്നു അപ്രന്റിഷിപ്പ് ട്രെയിനിങ്. അവിടെ എങ്ങനെയായിരുന്നു അപ്രന്റിഷിപ്പ് ട്രെയിനിങ്? നമ്മുടെ ജോലിക്കാർ, വേറെ സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് ട്രെയിൻ ചെയ്യണത്. ഇപ്പോൾ പറയാം, അപ്പം ഞാൻ പറഞ്ഞിരുന്നു അപ്രന്റിഷിപ്പ് ഇസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് മെത്തേഡ്. Here also I can say that as the one of the introduction, it is one of the oldest method. അല്ലേ? ഇൻഡസ്ട്രീസിലായാലും ട്രേഡ്സായാലും ടെക്നിക്കൽ ഏരിയാസിലൊക്കെ പണ്ട് മുതലേ ഉള്ള ഒരു സംഭവമാണ്. ഇപ്പോഴും സയൻസ് സബ്ജക്ട്സിൽ അപ്രന്റിഷിപ്പ് ട്രെയിനിങ് ഉണ്ട്. പ്രൊജക്റ്റ് ചെയ്യണതിന് അപ്രന്റിഷിപ്പ് ട്രെയിനിങ് ആണ് ചെയ്യുക. ക്ലിയർ? ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, അപ്രന്റിഷിപ്പ് ട്രെയിനിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ, തിയറിറ്റിക്കൽ നോളജ് ആൻഡ് പ്രാക്ടിക്കൽ, തിയറി ആൻഡ് പ്രാക്ടിക്കൽ ഒരുമിച്ച് പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ? തിയറി ആൻഡ് പ്രാക്ടിക്കൽ ടുഗെദർ ആണ്. രണ്ടിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വ്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ITI നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും ഇപ്പോൾ കേരളത്തിൽ ITI ഉണ്ട്, പാലക്കാട് ITI ഉണ്ട്, ഒരുപാട് ഇൻഡസ്ട്രിയൽ ITIs ഉണ്ട് അല്ലേ? അപ്പോൾ ITIയിൽ പോയിട്ട് ട്രെയിനിങ് നടത്തുക, ഗവൺമെൻറ്റിൻ്റെ ട്രെയിനിങ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, നമുക്കൊരു ട്രെയിനിങ് വേണമെങ്കിൽ അങ്ങനത്തെ ഓതറൈസ്ഡ് ആയിട്ടുള്ള സെൻറ്ററിൽ പോയിട്ട്, അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനിൽ പോയിട്ട് ട്രെയിൻ ചെയ്യാം. അപ്പോൾ എന്താ വെച്ചാൽ അവിടെ എല്ലാ വർക്കിംഗ് കണ്ടീഷൻസ് ഉണ്ടാവും, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. നമ്മളെ ലിമിറ്റഡ് ആൾക്കാരെയാണ് അപ്രന്റേഴ്സായിട്ട് സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മുടെ നോളജ് ഫുള്ള് ഗെയിൻ ചെയ്യുക. തിയറി അവിടെ തന്നെ വർക്കും നടക്കുന്നുണ്ടാവും. സോ പ്രാക്ടിക്കൽസ് ആർ ഓൾസോ ബീങ് ഡൺ ദെയർ, റൈറ്റ്? അതാണ് ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നല്ലൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള ക്രാഫ്റ്റ്സ്മാനെ ഓർ നല്ല ട്രെയിനിങ് കഴിഞ്ഞ് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഈ അപ്രന്റിഷിപ്പിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ക്ലിയർ? ആൻഡ് ഒരു സ്റ്റൈപ്പൻഡാണ് അപ്രന്റിഷിപ്പ് ടൈമിൽ പ്രൊവൈഡ് ചെയ്ത് വരുന്നത്. എന്താ വെച്ചാൽ, സ്റ്റൈപ്പൻഡ് ഇസ് ബീങ് പ്രൊവൈഡഡ് ഡ്യൂറിങ് ദ ടൈം ഓഫ് അപ്രന്റിഷിപ്പ്. അപ്പം നമ്മളുടെ ഓർഗനൈസേഷനിലേക്ക് ആൾക്കാർ വരില്ല, വി ആർ ഗോയിങ് ടു അനദർ ഓർഗനൈസേഷൻ ഹിയർ. കാരണം ഓഫ് ദ ജോബ് മെത്തേഡാണ്. ജോലിയുടെ സ്ഥലത്ത് നിന്ന് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവുക, വേർ ബെറ്റർ കണ്ടീഷൻസ് ആർ ദെയർ, വേർ അഡിക്വേറ്റ് നോളേജ് വിൽ ബി പ്രൊവൈഡഡ്. ക്ലിയർ? സോ സ്റ്റൈപ്പൻഡ് നമ്മൾ കൊടുക്കും. ഇവിടുത്തെ മെയിൻ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഞാനിപ്പോൾ പറഞ്ഞ അഡ്വാൻറ്റേജ് ഒക്കെയാണ്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഇത് തന്നെ നിങ്ങൾക്ക് എഴുതാം, വേർ ബോത്ത് തിയറി ആൻഡ് പ്രാക്ടിക്കൽ,
കണ്ടോ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആണ്, ആദ്യത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. തിയറിയും പ്രാക്ടിക്കലും ഒരുമിച്ച് കൊണ്ടുവരികയാണ്. അപ്പം തിയറിയും പ്രാക്ടിക്കലും ഒരുമിച്ച് പഠിച്ചാൽ മാത്രമേ യു വിൽ ഹാവ് എ തെറോ നോളജ് റിഗാർഡിങ് സംതിങ്, യു വിൽ ബിക്കം ആൻ ഓൾ റൗണ്ടർ. അപ്പോഴാണ് പ്രൊഡക്ഷൻ കുറച്ചും കൂടി നന്നായി നടത്താൻ പറ്റുള്ളൂ. ക്ലിയർ? ഇപ്പോൾ സ്റ്റൈപ്പൻഡ് ഉള്ളതുകൊണ്ട് ദാറ്റ് ഈസ് ഓൾസോ എൻ അഡ്വാൻറ്റേജ്. കാരണം ആൾക്കാർക്ക് ആ സമയത്ത് ജീവിക്കാനുള്ള ഒരു ചെറിയ ഇതാണ് അത്. ക്ലിയർ? അപ്പോൾ സ്കിൽഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. സ്കിൽഡ് വർക്ക് ഫോഴ്സ് ആർ ബീങ് ക്രിയേറ്റഡ് ബൈ വേ ഓഫ് അപ്രന്റിഷിപ്പ്. ക്ലിയർ? ആൻഡ് ഓൾസോ ഇറ്റ് ഇംപ്രൂവ്സ് ദ വർക്ക്മാൻഷിപ്പ്. വർക്ക്മാൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യുക. വർക്ക്മാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓൾറൗണ്ട് വർക്ക്മാനെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യണത്. ക്ലിയർ? സോ വർക്ക്മാൻഷിപ്പ് ഇസ് ബീങ് ഇംപ്രൂവ്ഡ്. ആൻഡ് ഒരു ലോയൽറ്റി ഇൻക്രീസ് ചെയ്യുക, ആ ഒരു അഡ്വാൻറ്റേജും കൂടി ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ? അപ്രന്റിഷിപ്പ് ദിസ് ഫോസ്റ്റേഴ്സ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ആൻഡ് ലോയൽറ്റീസ് ഇൻ ദ മൈൻഡ്സ് ഓഫ് എംപ്ലോയീസ് ആൻഡ് ഓപ്പൺസ് അപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സ്ഥലത്ത് പോയി ഓർഗനൈസേഷനിൽ പോയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഓർഗനൈസേഷനും നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കിനോടും കുറച്ചും കൂടി ലോയലാവും നമ്മൾ. ലോയൽറ്റി വിൽ ബി മോർ. ഒരു നോളേജും ഇല്ലാതെ ഒരു പുതിയ ആൾ വരുന്നതും ഒരു നല്ല അറ്റ്മോസ്ഫിയറിൽ ട്രെയിൻ ചെയ്തെടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സോ ലോയൽറ്റി വിൽ ബി ദെയർ ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് ലോയൽറ്റി യു വിൽ ഗെറ്റ് മോർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ എന്താ വെച്ചാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. വെൻ യു ആർ ട്രെയിൻഡ് ഇൻ വൺ ഗുഡ്. നമ്മൾ അപ്രന്റിഷിപ്പായിട്ട് പോയിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ ISROയിലാണ് നമ്മൾ ട്രെയിനീസായിട്ട് അപ്രന്റീസായിട്ട് പോയി വെച്ചാൽ നമുക്ക് നല്ല പേരാ. കാരണം അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നമ്മൾ ട്രെയിൻ ചെയ്യണത്. സോ ലോയൽറ്റി വിൽ ബി മോർ ആൻഡ് മോർ ഓപ്പർച്യൂണിറ്റീസ് വിൽ ബി ദെയർ ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസ് വളരെ ഹൈ ആണ്. ക്ലിയർ? ആൻഡ് അധികം ഡിസഡ്വാൻറ്റേജ് ഒന്നും ഈ ഒരു മെത്തേഡ് പണ്ട് മുതലേ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അധികം ഡിസഡ്വാൻറ്റേജസ് ഒന്നും ഇല്ല. എന്നാലും നമുക്ക് പറയാം നമുക്ക് ടൈം കൺസ്യൂമിങ് ആണ് ഈ ഒരു മെത്തേഡ്. പെട്ടെന്ന് പോയിട്ട് വരാനൊന്നും പറ്റില്ല. ചിലപ്പോൾ മാസങ്ങളോളം നിൽക്കേണ്ടി വരും ഈ ഒരു ട്രെയിനിങ് പേർപ്പസിന് ഒരു സ്ഥലത്ത്. അല്ലാതെ അവർ ഒരാഴ്ചയ്ക്കോ ഒരു ദിവസത്തേക്കോ ഒന്നും നമ്മളെ എടുക്കില്ല. ആൻഡ് ദിസ് പ്രൂവ്സ് ടു ബി ലിറ്റിൽ എക്സ്പെൻസീവ്. ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാവും ജോയിൻ ചെയ്യുക. ചില കണ്ടീഷൻ ചില നല്ല നല്ല ഓർഗനൈസേഷൻസിലൊക്കെ അങ്ങനെ ഉണ്ട്. അപ്പോൾ എക്സ്പെൻസീവാണ്. കമ്പനീസിനും അത് എക്സ്പെൻസീവാണ്. നമ്മൾക്ക് സ്റ്റൈപ്പൻഡ് തരണ്ടേ? വല്ല പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടാവുമോ? ഒന്നും നടക്കുന്നുണ്ടാവില്ല. ക്ലിയർ? ആൻഡ് ചിലപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ ആൾക്കാർ പകുതി വഴി വെച്ചിട്ട് പകുതി വഴി വെച്ചിട്ട് നിർത്തി പോകാനുള്ള സാധ്യത ഉണ്ട്. ലീവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി, ലീവ് ദ ഓർഗനൈസേഷൻ. കാരണം ചിലപ്പോൾ 3 വർഷമൊക്കെ 3 years ഒക്കെ ആവും കാലാവധി കരാർ അനുസരിച്ചിട്ട്. പക്ഷെ അത്രയും കാലമൊന്നും വെയിറ്റ് ചെയ്യാൻ ആരും തയ്യാറാവില്ല. ക്ലിയർ? സോ ദിസ് ഇസ് 1 or 2 ഡിസഡ്വാൻറ്റേജ്. 3 ഡിസഡ്വാൻറ്റേജ് ഇവിടെ പറയുന്നുള്ളൂ. സോ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാ? ഐ ജസ്റ്റ് വോണ്ട് ടു റീകോൾ വാട്ട് ഓൾ യു ഹാവ് സ്റ്റഡീഡ്. വി സ്റ്റാർട്ടഡ് വിത്ത് നമ്മൾ തുടങ്ങിയത് ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണ്. വെസ്റ്റ്യൂബിൾ ട്രെയിനിങ് ആയിരുന്നു. ഇന്നലെ ആദ്യത്തെ ഒരു 4 പോയിന്റ് ഇന്നലെ പറഞ്ഞു നിർത്തി. ടുഡേ വി സ്റ്റാർട്ടഡ് വിത്ത് ദ റിമൈനിങ് മെറിറ്റ്സ്. 2 to 3 മെറിറ്റ്സ് വെർ ദർ. ആൻഡ് ഡിസഡ്വാൻറ്റേജസ് വി ഹാവ് സീൻ. എക്സ്പെൻസീവ് ആയിരുന്നു, ആർട്ടിഫിഷ്യൽ ആണ്. അൺസ്കിൽഡ് ടു സ്കിൽഡ് വർക്കേഴ്സിൻ്റെ ഒക്കെ ഡിസഡ്വാൻറ്റേജുകൾ കണ്ടു. ആൻഡ് നെക്സ്റ്റ് വാസ് അപ്രന്റിഷിപ്പ്. അപ്രന്റിഷിപ്പ് എന്താ എന്ന് പറഞ്ഞു. അപ്രന്റിഷിപ്പിൻ്റെ മെറിറ്റ്സും 2 to 3 ഡിമെറിറ്റ്സും പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഐ ജസ്റ്റ് വോണ്ട് ടു നോ, ഞാനൊരു അസൈൻമെൻറ്റ് വാസ് ഗിവൺ ടു യു. എന്നാണ് ആ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക? ഐ നീഡ് ദ ഡേറ്റ് ഓഫ് അസൈൻമെൻറ്റ്. ക്ലിയർ? ഡേറ്റ് എന്നാണ് അത്? ഇത് മുഴുവൻ കണ്ട ആൾക്കാർ മാത്രമേ ആ ഡേറ്റ് തരുള്ളൂ. ഐ നീഡ് ദ ഡേറ്റ് ടു ബി ഇൻഫോംഡ് ടുഡേ ഇറ്റ് സെൽഫ്. ക്ലിയർ? അല്ലെങ്കിൽ ഞാൻ ആ അസൈൻമെൻറ്റ് നിങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളൊരു കന്തിലെത്തും. അപ്പോൾ അസൈൻമെൻറ്റ്സിൻ്റെ ഡേറ്റ് ഉറപ്പാക്കുക. ക്ലിയർ? ഓക്കെ, ടേക്ക് കെയർ. ബൈ ബൈ. സി യു ടുമോറോ.